ഗാസയിൽ നിന്ന് ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നുള്ള ട്രംപിന്റെ ഭീഷണി. ഹമാസിനെ നയതന്ത്രപരമായോ സൈനിക നടപടിയിലൂടെയോ നിരായുധീകരിക്കുമെന്നുള്ള നെതന്യാഹുവിന്റെ താക്കീത്. അതിനു പിന്നാലെ ഇപ്പോൾ ഇതാ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനും ട്രംപിന്റെ നീക്കം. ലെബനൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ ലെബനൻ സുരക്ഷാ സേനയ്ക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം $230 മില്യൺ അനുവദിച്ചെന്നാണ് റിപ്പോർട്ടുള്ളത്. ലെബനൻ ആർമിക്ക് $190 മില്യൺ ആഭ്യന്തര സുരക്ഷാ സേനയ്ക്ക് $40 മില്യൺ വീതമാണ് ട്രംപിന്റെ സഹായം. അടുത്ത കാലത്തായി ശക്തി ക്ഷയിച്ച ഹിസ്ബുള്ളയെ അവസരം നോക്കി ഇല്ലാതാക്കാനാണ് US നീക്കം എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ 2 ദശകത്തിലേറെയായി പലവട്ടം ഇസ്രായേലിനെ വെള്ളം കുടിപ്പിച്ച ഹിസ്ബുള്ളയെ തകർക്കാനുള്ള ട്രംപിന്റെ താൽപര്യം കൂടിയാണ് പുതിയ നീക്കത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അമേരിക്കയിൽ ഷട്ട്ഡൌൺ പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ ട്രംപ് ഇങ്ങനെ ഒരു നീക്കം നടത്തണമെങ്കിൽ അതിന്റെ പ്രാധാന്യം വ്യക്തമാണല്ലോ. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ അന്തിമ ധാരണയിലെത്താൻ ഹമാസും ഇസ്രായേലും ചർച്ച നടത്താനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഹിസ്ബുള്ളയെ താഴെ ഇറക്കാൻ ട്രംപ് കളിക്കുന്ന കളി ഒന്നും കാണാതെ ആയിരിക്കില്ല. അതെ, ഗാസയിൽ മാത്രമല്ല പശ്ചിമേഷ്യയിൽ മൊത്തം സമാധാനം പുലരണം. അതിനായി ഹമാസും ഹിസ്ബുള്ളയും ആയുധം വെച്ച് കീഴടങ്ങണം എന്ന ന്യായമാണ് നെതന്യാഹുവും ട്രംപും ഉയർത്തുന്നത്. അതിനായി രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ഇരുവരും. ലെബനൻ പോലെ ഒരു ചെറിയ രാജ്യത്തിന് അമേരിക്ക വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ സഹായം വളരെ വലുതാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. 1 വർഷം മുമ്പ് ആരംഭിച്ച ഇസ്രായേലുമായുള്ള സംഘർഷം ഹിസ്ബുള്ളയ്ക്ക് ക്ഷീണമുണ്ടാക്കിയിരുന്നു. ഇസ്രായേലിന്റെ പ്രതികാര നടപടികൾ ശക്തമായ അന്ന് മുതൽ ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങി എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ നവംബറിൽ അമേരിക്കൻ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിന് വന്നതിന് ശേഷം ഹിസ്ബുള്ള പിൻവാങ്ങിയ ലിതാനി നദിയുടെ തെക്ക് ഭാഗത്തുള്ള പ്രദേശത്ത് നിന്ന് ലെബനൻ സൈന്യം പതിവായി ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഘത്തിന്റെ ആവനാഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇസ്രായേലിനെതിരായ ആക്രമണങ്ങൾക്ക് ഉപയോഗിച്ചതുമായ മിസൈലുകളും ഡ്രോണുകളും ഇപ്പോഴും ലെബനൻ സൈന്യത്തിന് കണ്ടെത്താനായിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ ധനസഹായം കൂടി വന്നതോടെ ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള ലെബനനിന്റെ ശ്രമം കൂടുതൽ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. വർഷാവസാനത്തോടെ രാജ്യത്തുടനീളമുള്ള എല്ലാ ആയുധങ്ങളും സുരക്ഷാ സേനയുടെ കൈകളിലാണെന്ന് ഉറപ്പാക്കാൻ ഒരു പദ്ധതി ആവിഷ്കരിക്കാൻ ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഔനും പ്രധാനമന്ത്രി നവാഫ് സലാമും US പിന്തുണയുള്ള സൈന്യത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇസ്രായേലിന് അനുകൂലമാകുന്ന ട്രംപിന്റെ ഈ നീക്കം വന്നപ്പോൾ തൊട്ട് ചർച്ചകളും ഉയർന്നു. ട്രംപ് മുന്നിട്ടിറങ്ങിയാൽ നെതന്യാഹുവിന് ഈ സായുധ സംഘങ്ങളെ നിരായുധീകരിക്കാൻ എളുപ്പമാകുമെന്നായിരുന്നു ആ ചർച്ചകൾ. അമേരിക്കയുടെ സഹായം വേണ്ടുവോളം ലഭിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്ന് നമുക്കറിയാം. ഇസ്രായേലിനെ അമേരിക്ക ഇങ്ങനെ പിന്തുണയ്ക്കുന്നത് എന്തുകൊണ്ട് എന്ന് ഹമാസ് ഇസ്രായേൽ സംഘർഷം തുടങ്ങിയ കാലം മുതൽ കേൾക്കുന്നതുമാണ്. കഴിഞ്ഞ 75 വർഷക്കാലമായി ഇസ്രായേലിനെ നയതന്ത്രപരമായും സാമ്പത്തികപരമായും സൈനികമായും എല്ലാം പിന്തുണയ്ക്കുന്ന രാജ്യമാണ് അമേരിക്ക. ഇസ്രായേലിനെ ആര് തൊട്ടാലും ചോദിക്കാനെത്തുന്ന അതിനെതിരെ പ്രതികരിക്കുന്ന അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം $158 ബില്യൺ ഇസ്രായേലിന് സഹായമായി നൽകിയിരുന്നു. ഇസ്രായേലിനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച ആദ്യ രാജ്യവും അമേരിക്ക തന്നെയാണ്. ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയെയും മറ്റു സായുധ സംഘങ്ങളായ ഹമാസിനെയും ഹൂതിയെയും താഴെ ഇറക്കാനുള്ള എന്ത് പദ്ധതിക്കും കട്ടയ്ക്ക് ഒരുമിച്ച് നിൽക്കുന്ന രാജ്യങ്ങളാണ് ഇറാന്റെ നിലപാടിനോട് കടുത്ത വിയോജിപ്പുള്ള അമേരിക്കയും ഇസ്രായേലും. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്ന സമയത്ത് നെതന്യാഹുവിന് ഒരു കൈത്താങ് എന്ന വണ്ണം ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ ഇത്രയും തുക ട്രംപ് ലെബനന് കൈമാറിയത്. ദിവസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയിൽ ചില ഉപാധികൾ ഹമാസ് അംഗീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അവരെ നിരായുധീകരിക്കുമെന്നുള്ള നെതന്യാഹുവിന്റെ പ്രതികരണം വന്നതും. ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം കൈമാറുന്നതിനുമാണ് ഹമാസ് സമ്മതം അറിയിച്ചത്. സമാധാന പദ്ധതിയോട് ഹമാസ് അനുകൂലിക്കുന്നുണ്ട് എങ്കിലും ഗാസയുടെ ഭാവിയും നിരായുധീകരണവും ഇവർ അംഗീകരിച്ചിട്ടില്ല. ലോകത്തിൽ സ്ഥാനമർഹിക്കാത്ത രാജ്യമാണ് ഇസ്രായേൽ എന്നും ആ രാജ്യത്തെ ഇല്ലാതാക്കണമെന്നും ഉറക്കെ പ്രഖ്യാപിച്ച സംഘം കൂടിയാണ് ഹമാസ്. അതുകൊണ്ട് തന്നെ ഹമാസിനെ നിരായുധീകരിക്കുക എന്നത് നെതന്യാഹുവിനും ട്രംപിനും അത്ര എളുപ്പമായേക്കില്ല എന്ന വിലയിരുത്തലുമുണ്ട്. പക്ഷേ ലെബനന് നീട്ടിയ സഹായഹസ്തം പോലെ ഒരു നീക്കം ഹമാസിനെ താഴെ ഇറക്കാൻ ട്രംപ് ഇനിയും നടത്തുമോ എന്ന് അറിയണമെങ്കിൽ ഈജിപ്തിന്റെ മധ്യസ്ഥതയിലുള്ള ചർച്ചകളുടെ നീക്കുപോക്കുകൾ എന്താണെന്ന് അറിയണം. ഹമാസിന്റെയും ഇസ്രായേലിന്റെയും നിലപാടുകൾ എന്തെന്നും അറിയണം. മാത്രമല്ല, ഹമാസിനെ നിരായുധീകരിക്കുകയും ഗാസ സ്ട്രിപ്പിനെ സൈനികവൽക്കരിക്കുകയും ചെയ്യുക എന്ന ട്രംപിന്റെയും ഇസ്രായേലിന്റെയും മോഹം എത്ര കണ്ട് നടക്കുമെന്നതിൽ അവ്യക്തത ഇപ്പോഴും തുടരുകയാണ്.